എനിക്കൊരു എന്താ പറയുക കുറച്ച് പറമ്പുകളുള്ളവർ നമ്മൾ ചെറിയ ചെറിയ കൃഷികളൊക്കെ ചെയ്യും. അത് കൃഷിയൊക്കെ റെഡിയാക്കുന്നത് നമ്മുടെ ഗോപാലനാണ്. അപ്പോൾ നിൻ്റെ വീട് പറഞ്ഞു കൊടുക്കുന്നത് കൃഷ്ണൻകുട്ടിയല്ലേ? തമ്പേലിക്കര ഗോപാലനാണ് നമ്മുടെ കാര്യങ്ങളെല്ലാം നോക്കി. പിന്നെ നമ്മുടെ ഫാദറിൻലോ ഉണ്ട്, പുള്ളിയും ഇതന്നെ. വെണ്ടക്കായ ബാ എന്തിൻ്റെയൊക്കെ വെച്ചിട്ടുണ്ടോ? വെണ്ടക്കായ പാവക്ക അല്ലേ, വാഴ. ഇതൊക്കെ പറിക്കാറായില്ല ഇല്ലേ? കണ്ടതൊക്കെ തനി ഒരു കലർപ്പും ഇല്ലാത്ത സാധനങ്ങളാണ്. നല്ല കണ്ടാൽ തന്നെ നമുക്ക് കൊതിയാവുന്നുള്ള ഇതൊക്കെ പൊട്ടിക്കേണ്ട സമയം എന്നുള്ളതാണ്. ഗോപാലൻ നല്ലൊരു കൃഷിക്കാരനാണ്. ഇവിടെ നമ്മൾ വെള്ളം ഇപ്പം കിണറ്റിൽ വെള്ളം കുറവാണല്ലേ? കുഴപ്പമില്ല, വേണ്ട. ഇത് നമ്മുടെ പാവയ്ക്കാത്തോട്ടം അകത്തൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പൊട്ടിച്ചാ പിടിയുണ്ടല്ലേ കുഞ്ഞൻ. ഇതിൻ്റെ ഒക്കെ ഒരു സുഖം വെച്ചാൽ ഇതിനുള്ളിൽ കൂടെ ഒക്കെ നടക്കാം. ഭയങ്കര ഒരു നമ്മുടെ വീട്ടിൽ നമുക്ക് ഒരു 5 സെൻറ്റ് ഉള്ളെങ്കിലും ആ സ്ഥലത്ത് നമ്മൾ ഒന്ന് കൊത്തിക്കലക്കി വെള്ളമൊക്കെ നനച്ച് ഇങ്ങനെ ചെറിയ ചെറിയ ചെടികളും കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല രസമാണ്. എനിക്ക് ഇനി ഏറ്റവും കൂടുതൽ ആഗ്രഹം, ഇപ്പം ഞാൻ അഭിനയിച്ച മലയാളി എന്ന് പറഞ്ഞ സിനിമയിൽ ഞാനൊരു കർഷകൻ. അതിനകത്ത് ഒരു സീനിലുണ്ട്, പാടത്തിൽ അടി കഴിഞ്ഞിട്ട് ഒരു മണ്ണിനോട് എത്രത്തോളം ഇഷ്ടപ്പെടണം എന്നുള്ള പടത്തിൽ കാണിക്കുന്നുണ്ട്. ഈ അടി കഴിഞ്ഞിട്ട് ഈ പാടത്തെ ചെളി അങ്ങനെ തന്നെ എടുത്തിട്ട് വായൽ ഞാനിത് കാണിക്കുമ്പോൾ ഷൂട്ടിങ് കണ്ടുന്ന ആൾക്ക് അയ്യോ എന്ന് പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ ആ പടത്തിൽ, അതായത് മണ്ണിനെ എത്രത്തോളം ഇഷ്ടപ്പെടുന്നു എന്നുള്ളൊരു കഥാപാത്രത്തിന് വേണ്ടിയിട്ട് മലയാളിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ പടം മിക്കവാറും മെയ് മാസം റിലീസ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഈ മണ്ണിനോട് ആണുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്യാൻ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്നുള്ളതാണ്. പിന്നെ അതേമാതിരി തന്നെ പാചകം ചെയ്യുന്നതും. പാചകം അതൊരു കലയാണ്. ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങളും കൂടുതലും ഇതുമായി അടുത്ത് ബന്ധപ്പെട്ട് കിടക്കുമ്പോഴാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊക്കെ പഴുത്തു കേട്ടോ. ആശാനേ എവിടെയാ? ഇവിടെ ഒരു ആശാനത്, ആശാൻ്റെ വീടത്. ആശാൻ വലിയ കഥാപാത്രമാണ്. ആശാനിന് പേര് വിളിക്കുമ്പോൾ എല്ലാവരും വിചാരിക്കും പുള്ളി ഭയങ്കര പാട്ടുകാരൻ, പിന്നെ അല്ലെങ്കിൽ കളരിപ്പയറ്റിൻ്റെ ആളാന്ന് വിചാരിക്കും. എങ്ങനെ ആശാനിന്ന് വന്നു എന്ന് എനിക്കറിയില്ല. ഈ ആശാൻ്റെ രൂപം കണ്ടിട്ടുണ്ടോ? അത് കാണണം. അപ്പം നമുക്കറിയാൻ പറ്റും ആശാൻ എന്തൊക്കെയാണ് ജോലി ചെയ്യണമെന്നുള്ളത്. അതെനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം വന്നത് എന്താ, നമ്മുടെ അനീഫ്ക ഒരു പടത്തിൽ പറയുന്നുണ്ട്, ഞങ്ങളോട് കളിക്കാൻ ആരുള്ളതെന്ന് ചോദിച്ചൊരു കഥാപാത്രമാണ് ആശാൻ. ഞാൻ അങ്ങനത്തെ കഥാപാത്രങ്ങൾ സിനിമയിൽ വളരെ ചുരുക്കം ചെയ്തിട്ടുള്ളൂ. ആശാൻ എന്തരാ കണ്ടാ, ഇതാണ് ആശാൻ. ആശാൻ്റെ വരവ് കണ്ട എല്ലാവരും വിചാരിക്കും ആശാൻ വലിയ ഗുണ്ടയാണ് അല്ലെങ്കിൽ ഭയങ്കര സെറ്റപ്പ് ആളാന്ന് വിചാരിക്കും. പക്ഷെ ഇത്രയുള്ള ആശാൻ, ഇങ്ങനെയാണ് പല ആശാന്മാരും. ആശാ എന്താ പരിപാടി? ആടിന് തീറ്റിട്ട് കൊടുക്കാ? പോയി മൊത്തം 2 ആടായല്ലേ? ഒരാട് പാമ്പ് കടിച്ച് മരിച്ചു അല്ലേ? അല്ല, ആശാന് ആടുണ്ടായത് ഇവിടെ ഒരു പാമ്പുണ്ട്. ആ പാമ്പ് ഒന്ന് കടിച്ചിട്ട് ആശാൻ്റെ ഒരു ആട് മരിച്ചു പോയി. പാവം. സാറില്ല, എന്താ പരിപാടി? ഇങ്ങോട്ട് വരല്ലേ? ഞാൻ അങ്ങോട്ട് വരാം അല്ലേ?